ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ആംഗ്ലർ. അപ്പോൾ നമ്മളിന്നൊരു ഫാം കാണാൻ വേണ്ടി പോവാണ്. ഫാം എൻ്റെ സുഹൃത്തിൻ്റെ തന്നെയാണ്. എൻ്റെ സുഹൃത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എൻ്റെ ഷംജിത് രാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കരിമീൻ അതുപോലെ തന്നെ ചെമ്പല്ലിയൊക്കെ വളർത്തുന്ന ഒരു ഫാമുണ്ട്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് പോകുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കടലുണ്ടിപ്പുഴ. അപ്പം നമ്മുടെ ഫാം നിൽക്കുന്നത് ഈ ഒരു തുരുത്തിലാണ് ഫാം. തുരുത്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, 4 ഭാഗവും വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ തുരുത്തെന്ന് പറയുന്നത്. ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഫാം നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10-15ഓളം വീടുകളാണ് ഇപ്പോൾ ഈ തുരുത്തിലുള്ളത്. അപ്പോൾ ഈ തുരുത്തിൽ ഒരു 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഉണ്ടാവാനും കാരണം ശരിക്കും ഈ കടലുണ്ടിപ്പുഴ തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കളിച്ച് വളർന്നതൊക്കെ ഈ പുഴയുടെ അടുത്തായിരുന്നു. അതുകൊണ്ടാണ് മീൻപിടുത്തത്തിൽ ശരിക്കും നമുക്കൊരു താല്പര്യം വരാനും അതുകൊണ്ട് ഇതുപോലെ ഒരു ചാനൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് എല്ലാം ഈ ഒരു പുഴ കാരണമാണ്. ആ ഒരു സ്ഥലം കണ്ടില്ലേ, ആ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് പണ്ട് നമ്മുടെ കടലുണ്ടിയിൽ ട്രെയിൻ അപകടം നടന്ന ഒരു സ്ഥലമാണത്. അതിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ ബാക്കിയുള്ളൊരു പോർഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ അപകടം നടന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഞാൻ ഏകദേശം ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ട്രെയിൻ അപകടവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കടൽ. ആ ഒരു പാലത്തിൻ്റെ അവിടെ കാണുന്ന പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കടൽ വരുന്നത്. കടലും പുഴയും കൂടെ ഒന്നിക്കുന്ന ഒരു അഴിമുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. അഴിമുഖം ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മീനുകളും കിട്ടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് മത്സ്യബന്ധനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്.
ഫാമിൽ പ്രധാനമായിട്ട് ഇപ്പോൾ വളർത്തുന്നത് പറഞ്ഞാൽ കരിമീൻ, ചെമ്പല്ലിയാണ് ഇപ്പം നമ്മളെ പ്രധാന കൃഷി. അപ്പോൾ നമ്മളെ ഈ ഫുഡിലേക്ക്, നമ്മൾ ഐലൻഡ് ടൂറിസത്തിൻ്റെ സർവീസിലുള്ള സീ ഫുഡ് പാക്കേജിലേക്ക് മെയിനായിട്ട് നമ്മൾ ഈ വളർത്തുന്ന കൃഷിയെ മാത്രമാണ് എടുക്കുന്നത്. പുറമേ നിന്ന് പിന്നെ ഞണ്ട്, പുഴഞ്ഞണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ലൈവായിട്ടുള്ള ഐറ്റം മാത്രമേ നമ്മൾ ഫുഡിലേക്ക് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫുഡിലേക്ക് എടുക്കുന്ന ഇതിന് നമ്മളെ കരിമീൻ, ചെമ്പല്ലിക്കൊക്കെ തീറ്റ എന്താ വെച്ചാൽ, അതായത് ഇപ്പം കരിമീനാണെങ്കിൽ പെല്ലറ്റ്, നമ്മുടെ കാലിത്തീറ്റ ഉണ്ട്, പെല്ലറ്റ് പറഞ്ഞാൽ ചോക്ക കഷ്ണം പോലുള്ള ചെറിയൊരു ഐറ്റമാണ് കാലിത്തീറ്റ. അപ്പോൾ അതാണ് കരിമീനിനുള്ള തീറ്റ. പിന്നെ നമ്മൾ ചെമ്പല്ലി ആണെന്നുണ്ടെങ്കിൽ വെട്ടുമീനാണ് ചെമ്പല്ലി പറയുന്നത്. അതിന് എന്താ പറയുക, ചെറിയ മത്സ്യങ്ങൾ, ഏതെങ്കിലും മത്സ്യത്തിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെമ്പല്ലിക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റകൾ. ഞണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ പച്ചക്കാലം ഞണ്ട് നമ്മളെ കൃഷി നടത്തുന്നുണ്ട്. പുറമേ നിന്ന് സാധാ പുഴഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പുഴയിൽ നിന്ന് നമ്മൾ മത്സ്യത്തൊഴിലാളിയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. പഞ്ചായത്ത് തന്നെ ഒരു ദ്വീപാണ്. അപ്പോൾ അതിലുള്ള ഒരു ചെറിയൊരു തിരുത്തിയാണ് നമ്മളെ ചെറിയ തിരുത്തി എന്ന് പറയുന്നത്. ഒരു 15 ഏക്കറോളം വരുന്ന ഒരു തിരുത്തിയാണ് നമ്മളത്. അപ്പോൾ അതിൽ ഒരു ഏക്കറോളം ഭാഗം നമ്മളെ ഈ മത്സ്യ ഫാമാണ്. അപ്പോൾ പല സെക്ഷനുകളായിരിക്കും. കരിമീനിൻ്റെ ഒരു സെക്ഷൻ, ചെമ്പല്ലിക്ക് ഒരു സെക്ഷൻ, നമ്മുടെ കരിമീൻ, ഞണ്ട്, അങ്ങനെ ഓരോ ഐറ്റത്തിനും പല സെക്ഷനുകളായിട്ടാണ് കൃഷി നടത്തുന്നത്. പിന്നെ അതിൻ്റെ പുറമെ തന്നെ നമുക്ക് കല്ലുമ്മക്കായ കൃഷി സീസണിലുണ്ടായിരിക്കും, മുരുവിൻ്റെ കൃഷി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് പല കൃഷികളായിട്ട് മാറിക്കൊണ്ടിരിക്കും. കുറേ കാലം ആദ്യമൊക്കെ നമുക്ക് ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് കരിമീനിലേക്ക് മാറി കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഫാമിൽ ഫിഷ് ഫാമിംഗ് മാത്രമല്ല, അതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് നമ്മുടെ ടൂറിസ്റ്റുകളെ നമ്മുടെ ഈ ഒരു ഫാം മുതൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി വരുന്ന തരത്തിലുള്ള ഒരു തോണി യാത്ര കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2-3 തോണികളൊക്കെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ മുഴുവനായിട്ട് കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിൽ നല്ല ഒരു ജേണി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം ചാർജുകളും കാര്യങ്ങളൊക്കെ അവർ മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്കും ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇത് ഞാൻ അമ്പാളി ബാബുരാജ്, കടലുണ്ടി ചെറിയ തിരുത്തി. നമ്മളെ ഫാമാണിത്. ഒരു 25 വർഷം എന്ന് വെച്ചാൽ 94 ആരംഭിച്ച മത്സ്യകൃഷിയാണ്. ഞാനൊരു 9 വർഷം ചെമ്മീൻ കൃഷി. അതിൽ 3 വർഷമേ നമ്മളെ ഈ ഫാമിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ശേഷം 6 വർഷം ഞാൻ അത്തോളി കൊയിലാണ്ടിയൊക്കെ കൃഷി ചെയ്താണ് ചെമ്മീൻ കൃഷി. അവിടെ നിന്ന് പിന്നെ 6 വർഷം കൃഷി ചെയ്തതിന് ശേഷം നിർത്തിവെച്ച് അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ വീണ്ടും നമ്മൾ കരിമീൻ കൃഷി, ചെമ്പല്ലീൻ്റെ കൃഷി, നരിമീൻ്റെ കൃഷി, ഞണ്ടിൻ്റെ കൃഷി, മുരുവിൻ്റെ കൃഷി, കല്ലുമുക്കായൻ്റെ കൃഷി എന്നീ കൃഷികളിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഈ സമയം വരെ മുന്നോട്ട് പോകുന്നു. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ 2016 സെപ്റ്റംബർ 20 നമുക്ക് ദേശീയ അവാർഡിന് മത്സ്യകൃഷിയിൽ ദേശീയ അവാർഡ് വാങ്ങി. ഇപ്പം അതിൻ്റെ ആ ഫീൽഡിൽ മത്സ്യകൃഷി ഉണ്ടെങ്കിലും ശരി, ഇപ്പം കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ ഐലൻഡ് ടൂറിസം. നമ്മൾക്കിവിടെ ഒരു തോണിയാത്രയുണ്ട്. ഇവിടുത്തെ കണ്ടൽക്കാടുകൾ, ബേർഡ് സെഞ്ചുറി, ദ്വീപുകൾ, അഴിമുഖമൊക്കെ കവർ ചെയ്തും കൊണ്ട് നമ്മളൊരു യാത്ര. ആ യാത്ര എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ വഞ്ചിയിൽ യാത്ര. അത് കഴിഞ്ഞാൽ നമ്മളെ സീ ഫുഡ് ഐറ്റംസോട് ഫുഡ്. അതിൽ കരിമീൻ പൊരിച്ചത്, ഞണ്ട് ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, അതിലേക്ക് ചപ്പാത്തി, പത്തിരി, കപ്പ, ചോറ്, പച്ചക്കറി, ഇപ്പേരി, പപ്പടം, തൈര്, 11 ഐറ്റം സാധനത്തോട് കൂടിയുള്ള ഒരു പാക്കേജാണ് നമ്മളെ പാക്കേജ്. അതിപ്പം നിങ്ങൾ കൂടുതൽ ആൾ വരാൻ ശ്രമിക്കുക. 12 ആളെ പാക്കേജാണ് നമ്മൾക്ക് റേറ്റ് കുറഞ്ഞ പാക്കേജ്. അത് 12 ആൾ ഇവിടെ വരികയാണ്. 12 to 100 വരെയുള്ള ആളുകൾക്കൊക്കെ 750 റുപ്യ ഒരാൾക്ക് വരുള്ളൂ. 12 ആളെ പാക്കേജ് 9,000. അതിൻ്റെ താഴോട്ടുള്ള പാക്കേജിനൊക്കെ റേറ്റ് കൂടും. ആ രീതിയിൽ ഇപ്പോൾ പരിപാടി മുന്നോട്ട് പോകണം. ഈ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ ഒരു സ്റ്റൈൽ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. പക്ഷേ നമ്മൾ കടലുണ്ടിയിൽ ടൂറിസം പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷം മുന്നേ ആണ്. അച്ഛൻ കടലുണ്ടി പുഴയിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ടൈമിൽ നമ്മളെ കടലുണ്ടി ബേർഡ് സാങ്ച്വറി വിസിറ്റ് ചെയ്യാൻ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവർ ജസ്റ്റ് ബേർഡ് സാങ്ച്വറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് അവരെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കൊണ്ടുപോയി വിട്ട് കൊടുക്കും. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പാരിതോഷികം അച്ഛന് കൊടുക്കും.
അപ്പം അവരിലൂടെയാണ് അവർ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ടൂറിസം പരിപാടി കടലുണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ, തോണി യാത്ര ഫുഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടലുണ്ടിയിൽ ടൂറിസം വളരും എന്നുള്ളൊരു അഭിപ്രായം അവരുടെ അടുത്തു നിന്നാണ് വന്നത്. അപ്പം അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ കടലുണ്ടിയിൽ അങ്ങനെ ഒരു പരിപാടി നടത്താം, നമ്മൾ ഈ ഫാമിനോടനുബന്ധിച്ച് ഒരു ടൂറിസം പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്. അതിനുശേഷം നമ്മൾ നമ്മളെ ഫാമിൽ നിന്ന് തന്നെ മത്സ്യം പിടിച്ചുകൊണ്ടും എന്താ പറയുക നമ്മൾ ഈ തോണി യാത്ര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കടലുണ്ടിയിൽ ടൂറിസം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷം മുന്നെയാണ് ഐലൻഡ് ടൂറിസം കടലുണ്ടി എന്നുള്ള പേരിൽ നമ്മൾ ടൂറിസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം ഈ ഒരു 3 വർഷമായി കഴിഞ്ഞ് ഇപ്പം ഈ അടുത്താണ് നമ്മൾ 2018 ഐലൻഡ് ടൂറിസം കടലുണ്ടി ഇപ്പം ജലായനം റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ കേരള ടൂറിസത്തിൻ്റെ ജലായനം റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു യൂണിറ്റായിട്ട് ഐലൻഡ് ടൂറിസം മാറി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ തോണി യാത്ര, ഈ ഫുഡ്, അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഹോം സ്റ്റേ, നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ, വാട്ടർ സ്പോർട്സ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഓക്കെ.